ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിസ്പൈറ്റ് ബീയിങ് ആൻഡ് ഡിസ്പൈറ്റ് ഹാവിങ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിസ്പൈറ്റ് എന്നത് ഒരു പ്രപ്പോസിഷനാണ്. ഇത് സാധാരണ ന്യൂസ് പേപ്പറിലൊക്കെയാണ് കാണുക. എങ്കിലും ഇതിൻ്റെ സെയിം മീനിങ് തന്നെയുള്ള ഇൻസ്പൈറ്റ് ഓഫ് എന്നതാണ് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത്. എന്തായാലും ഇൻസ്പൈറ്റ് ഓഫ് അതുപോലെ ഡിസ്പൈറ്റ് നമ്മൾ വേറൊരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്പൈറ്റ് ബീയിങ് ആൻഡ് ഡിസ്പൈറ്റ് ഹാവിങ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. ആദ്യം നമുക്ക് ഡിസ്പൈറ്റ് ബീയിങ് നോക്കാം. ബീയിങ് എന്നാൽ ബി എന്ന വെർബിനോട് കൂടി ing ചേർക്കുന്നതാണ്. അത് ഒരു സബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റിനെയാണ് കാണിക്കുന്നത്. ബീയിങ് റിച്ച് എന്ന് പറഞ്ഞാൽ പൈസക്കാരൻ ആയിരിക്കുക അല്ലെങ്കിൽ റിച്ച് ആയിരിക്കുക. ബീയിങ് ഇൽ എന്ന് പറഞ്ഞാൽ സുഖമില്ലാതിരിക്കുക. ബീയിങ് ആൻ ഓണസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾ ആയിരിക്കുക. ബീയിങ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആയിരിക്കുക. ബീയിങ് ഇൻ ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ ആയിരിക്കുക. അപ്പോൾ ഡിസ്പൈറ്റ് എന്നാൽ അതിൻ്റെ മീനിങ് എങ്കിലും, അങ്ങനെ ആണെങ്കിലും, അങ്ങനെ ആണെങ്കിൽ കൂടി എന്നൊക്കെയാണ്. അപ്പോൾ ഡിസ്പൈറ്റ് ബീയിങ് റിച്ച് എന്ന് പറഞ്ഞാൽ റിച്ച് ആണെങ്കിൽ കൂടി, അത് ഒരു സ്റ്റേറ്റ് അല്ലേ. ഡിസ്പൈറ്റ് ബീയിങ് ഇൽ എന്ന് പറഞ്ഞാൽ അസുഖം ആണെങ്കിൽ കൂടി. അപ്പോൾ ആണെങ്കിൽ കൂടി എന്ന് പറയുമ്പോൾ പിന്നീട് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സുഖമില്ലാതിരുന്നിട്ട് കൂടി അവൻ ഓഫീസിൽ പോയി. ഇവിടെ നോക്കൂ, സുഖമില്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ലീവ് എടുക്കും, റെസ്റ്റ് എടുക്കും. പക്ഷേ സുഖമില്ലാതിരുന്നിട്ട് കൂടി അവൻ ഓഫീസിൽ പോയി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു മിസ് മാച്ചാണ്. രണ്ടും തമ്മിൽ യോജിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന കാര്യമല്ല നടക്കുന്നത്. സുഖമില്ലാതിരുന്നിട്ട് കൂടി അവൻ ഓഫീസിൽ പോയി. ഡിസ്പൈറ്റ് ബീയിങ് ഇൽ ഹി വെന്റ് ടു ഓഫീസ്. ഡിസ്പൈറ്റ് ബീയിങ് ഇൽ എന്നാണ് അവിടെ ഉപയോഗിച്ചത്. ഡിസ്പൈറ്റ് ബീയിങ് എ ലോയർ ഹി ഡസൻറ്റ് ഗോ ടു കോർട്ട്. ഡിസ്പൈറ്റ് ബീയിങ് എ ലോയർ, ഒരു ലോയർ, ഒരു വക്കീൽ ആണെങ്കിൽ കൂടി അവൻ കോർട്ടിൽ പോകാറില്ല. ഡിസ്പൈറ്റ് ബീയിങ് എ ലോയർ ഹി ഡസൻറ്റ് ഗോ ടു കോർട്ട്. ഡിസ്പൈറ്റ് ബീയിങ് ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഹി സ്പീക്സ് റൂഡ്ലി. വിദ്യാഭ്യാസമുള്ള ഒരു ആളാണെങ്കിൽ കൂടി അവൻ വളരെ റൂഡായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരാളിൽ നിന്നും വളരെ റൂഡായിട്ടുള്ളൊരു പെരുമാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ വളരെ ഒരു കോൺട്രാസ്റ്റിംഗ് ഐഡിയ ആണ് രണ്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്പൈറ്റ് ബീയിങ് ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഹി സ്പീക്സ് റൂഡ്ലി. ഡിസ്പൈറ്റ് ബീയിങ് പുവർ, പാവപ്പെട്ടവനായിരുന്നിട്ട് കൂടി ഹി ഹെൽപ്സ് മീ, അവൻ എന്നെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഡിസ്പൈറ്റ് ബീയിങ് പുവർ. ഇപ്പോൾ ബീയിങ്ങിൻ്റെ ഡിസ്പൈറ്റ് ബീയിങ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അത് സബ്ജക്റ്റിൻ്റെ ഒരു സ്റ്റേറ്റിനെയാണ് കാണിക്കുന്നത്. ഇനി ഡിസ്പൈറ്റ് ഹാവിങ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഹാവിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പൊസഷൻ ആണ്. ഒരു കാര്യം കൈവശമുണ്ടായിരുന്നിട്ട് കൂടി. ഡിസ്പൈറ്റ് ഹാവിങ് എ പെൻ എന്ന് പറഞ്ഞാൽ ഒരു പെൻ കൈവശമുണ്ടായിരുന്നിട്ട് കൂടി. ഡിസ്പൈറ്റ് ഹാവിങ് എ കാർ, ഒരു കാർ കൈവശമുണ്ടായിരുന്നിട്ട് കൂടി, ഒരു കാർ ഉണ്ടായിരുന്നിട്ട് കൂടി. ഡിസ്പൈറ്റ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി, ഒരുപാട് പൈസ ഉണ്ടായിരുന്നിട്ട് കൂടി. അപ്പോൾ അത് കൈവശം ഉണ്ടായിരുന്നിട്ട് കൂടി, അത് സ്വന്തമായി ഉണ്ടായിരുന്നിട്ട് കൂടി എന്നാണ് അവിടെ ഹാവിങ് ഉപയോഗിക്കുമ്പോഴുള്ള മീനിങ്. ഡിസ്പൈറ്റ് ഹാവിങ്. ഡിസ്പൈറ്റ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി ഹി ലുക്സ് ലൈക്ക് എ ബെഗർ. ഒരുപാട് പൈസ ഉണ്ടായിരുന്നിട്ട് കൂടി ഹി ലുക്സ് ലൈക്ക് എ ബെഗർ, അവനൊരു ഭിക്ഷക്കാരനെ പോലെ തോന്നുന്നു. ഹി ലുക്സ് ലൈക്ക് എ ബെഗർ. ഡിസ്പൈറ്റ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി ഹി ഈസ് അൺഹാപ്പി. ഒരുപാട് പൈസ ഉണ്ടായിരുന്നിട്ട് കൂടി അവൻ ഹാപ്പി അല്ല. ഹി ഈസ് നോട്ട് ഹാപ്പി. ഡിസ്പൈറ്റ് ഹാവിങ് എ കാർ ഹി ഗോസ് ടു ഓഫീസ് ഓൺ ഫുട്ട്. കാർ ഉണ്ടായിരുന്നിട്ട് കൂടി അവൻ ഓഫീസിലേക്ക് നടന്നിട്ടാണ് പോകുന്നത്.
അപ്പോൾ ഡിസ്പൈറ്റ് ഹാവിങ് അതുപോലെ ഡിസ്പൈറ്റ് ബീയിങ്ങിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ? രണ്ടും ഡിഫറൻ്റ് ആണ്. ഡിസ്പൈറ്റ് ബീയിങ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റിനെ കാണിക്കാനാണ്. സുഖമില്ലാതിരിക്കുക, പൈസക്കാരനായിരിക്കുക, ഓഫീസിൽ ആയിരിക്കുക, വീട്ടിലായിരിക്കുക എന്നൊക്കെ പറയുന്നതാണ് ബീയിങ് ഉപയോഗിക്കുന്നത്. അതേസമയം കാർ ഉണ്ടായിരിക്കുക, പെൻ ഉണ്ടായിരിക്കുക, സ്കൂട്ടർ ഉണ്ടായിരിക്കുക, ഒരു വലിയ വീടുണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നത് സ്വന്തമായി ഉണ്ടാവുക എന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഡിസ്പൈറ്റ് ബീയിങ് ഉപയോഗിക്കുന്നത് എവിടെയാണ്, ഡിസ്പൈറ്റ് ഹാവിങ് ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു 2 എക്സാമ്പിൾ കൂടി നോക്കുക. ഡിസ്പൈറ്റ് ബീയിങ് എ റിച്ച് പേഴ്സൺ, ഹീ ഡസൻറ്റ് സ്പെൻഡ് ടു മച്ച്. ഡിസ്പൈറ്റ് ബീയിങ് എ റിച്ച് പേഴ്സൺ, ഒരു റിച്ച് പേഴ്സൺ, ഒരു പണക്കാരനായ ആളായിരുന്നിട്ട് കൂടി ഹീ ഡസൻറ്റ് സ്പെൻഡ് ടു മച്ച്, ഒരുപാട് പൈസയൊന്നും അദ്ദേഹം സ്പെൻഡ് ചെയ്യാറില്ല, ചിലവാക്കാറില്ല. അവിടെ ബീയിങ് ആണ് ഉപയോഗിച്ചത്. പണക്കാരനായിരുന്നിട്ട് കൂടി എന്നാണ് പറയുന്നത്. ഇനി ഡിസ്പൈറ്റ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി, ഒരുപാട് പൈസ ഉണ്ടായിരുന്നിട്ട് കൂടി ഹീ ഡസൻറ്റ് സ്പെൻഡ് ടു മച്ച്, അദ്ദേഹം കൂടുതൽ പൈസയൊന്നും സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഡിസ്പൈറ്റ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി, ഡിസ്പൈറ്റ് ബീയിങ് എ റിച്ച് പേഴ്സൺ. ഡിസ്പൈറ്റ് ബീയിങ് എ ബിസിനസ് പേഴ്സൺ, ഡിസ്പൈറ്റ് ബീയിങ് എ ബിസിനസ് മാൻ, ഹീ വാണ്ട്സ് ടു ഡു എ ജോബ്. ഒരു ബിസിനസ് മാൻ ആയിരുന്നിട്ട് കൂടി ഹീ വാണ്ട്സ് ടു ഡു എ ജോബ്, ഒരു ജോലി ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു. ഡിസ്പൈറ്റ് ഹാവിങ് എ ബിസിനസ്, ഹീ വാണ്ട്സ് ടു ഡു എ ജോബ്. ഡിസ്പൈറ്റ് ഹാവിങ് എ ബിസിനസ്, ഒരു ബിസിനസ് ഉണ്ടായിരുന്നിട്ട് കൂടി എന്നായി മീനിങ്. ഡിസ്പൈറ്റ് ഹാവിങ് എ ബിസിനസ്, ഹീ വാണ്ട്സ് ടു ഡു എ ജോബ്, അദ്ദേഹം ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഡിസ്പൈറ്റ് ബീയിങ് എ റിച്ച് പേഴ്സൺ, ഡിസ്പൈറ്റ് ഹാവിങ് എ ബിസിനസ്. Despite being ill, he went to office. Despite being ill, he went to office. സുഖമില്ലാതിരുന്നിട്ട് കൂടി അവൻ ഓഫീസിൽ പോയി. Despite having illness, he went to office. ഇൽനെസ് ഉണ്ടായിരുന്നിട്ട് കൂടി, അസുഖമുണ്ടായിരുന്നിട്ട് കൂടി അവൻ ഓഫീസിൽ പോയി. അപ്പോൾ ഡിസ്പൈറ്റ് ബീയിങ് അതുപോലെ ഡിസ്പൈറ്റ് ഹാവിങ് ഡിഫറൻ്റ് ആണ്. അത് യൂസ് ചെയ്യുമ്പോഴും അത് ശ്രദ്ധിക്കണം.